ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പം അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഉണ്ടല്ലോ, ഒരു ദിവസം. അപ്പോൾ നമുക്ക് വയ്യായിരുന്നു കേട്ടോ. അതിൻ്റെ ഒക്കെ ഇപ്പോഴും മാറിയിട്ടൊന്നുമല്ല, പക്ഷെ നമുക്ക് അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടേക്ക് വയ്യ. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും വയ്യാത്തൊരു അവസ്ഥ. എന്തായാലും ഇടയ്ക്ക് കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇട്ടുമെന്ന് മാത്രം. ഒരുപാട് ആൾക്കാർ നമ്മളോട് ഒരു കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ വഴി. എനിക്ക് ഇതിലിരിക്കുമ്പോൾ അതിൻ്റെ താഴെ ഞാനിത് പോകുന്ന എന്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് നിൽക്കാം. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് അപ്പം നമ്മളൊപ്പരില്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ഒരുപാട് ആൾക്കാർ നമ്മളോട് എന്നോടായാലും പൊന്നിനോടായാലും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് അല്ലേ ചേട്ടാ. നല്ല ചീത്തയൊക്കെ ഉണ്ടാവില്ല, അത് നമ്മൾ പറയാൻ പറ്റില്ല. കർക്കിടവാണ് അല്ലേ, ബലിയിടാൻ പറ്റിയില്ല ചേട്ടാ. ബലിയിടാൻ പറ്റാത്തൊരു സമയകാലം ബലിയിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഇടാൻ പറ്റിയില്ല അല്ലേ, പറ്റിയ സമയം. അപ്പം നമ്മൾ ഇട്ടില്ല കേട്ടാ. ഇതെന്താ ഇതിൻ്റെ കുറിയല്ല, പൗഡറാണ്. കുറിയല്ല, പൗഡർ. അത് അപ്പോൾ 57 ക്വസ്റ്റ്യനാണ് വന്നിട്ടാ. അപ്പം അതിൽ വ്യക്തമായതിനൊക്കെ നമ്മൾ മറുപടി തരും കേട്ടോ. അപ്പോൾ പുതിയ സ്കൂൾ അഡ്മിഷൻ എടുത്തപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു മുടി വെട്ട. അതല്ല ഇപ്പോൾ കുണുക്കനെ മുടി വെട്ടിയത്. അത് നിങ്ങളുടെ തെറ്റായ ചിന്താഗതിയാണ്. ഞങ്ങൾ അവരോട് അല്ലെങ്കിൽ അവനെ ഇതിൽ പരിസരം അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ് നോക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും ഒന്നാമത്തെ പ്രിൻസിപ്പളെ റൂമിൽ കയറിയപ്പോൾ പ്രിൻസിപ്പൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്ത് പ്രിൻസിപ്പളൊന്നും പറയുക ഇനി മുടി വെട്ടേണ്ട കാര്യം. നമ്മൾ ഓൾറെഡി മുടി വെട്ടാൻ സെറ്റായിട്ട് തന്നെയാണ് പോയത്. നമുക്കറിയാം ഓരോ സ്കൂളിൽ ഓരോ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചു പോയില്ല, അങ്ങോട്ട് പറയില്ലോ എന്ന് വെച്ചു. പറയാണ്ടായപ്പോൾ പ്രിൻസിപ്പൾ ചോദിച്ചു പെൺകുട്ടിയാന്ന് വെച്ച്. അവിടെ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളാണ് അവരോട് പറഞ്ഞത് മുടി വെട്ടണല്ലേ കാര്യങ്ങളല്ലേ, ഞങ്ങളാണ് കൊണ്ട് അങ്ങോട്ട് ചോദിച്ചത്. എന്തിനാണ് ഇല്ലാത്ത കാര്യം പറയണത്? പറയേണ്ടി വരും. പക്ഷെ അതല്ല, അതായത് ഞാൻ റാസുക്കൈമിലുള്ളപ്പോ നമ്മുടെ തൊട്ടകടയിലത്തെ ഒരാള് അങ്ങൊരു വർക്കിംഗ് ഒക്കെ എല്ലാരും മുണ്ട് പാൻറ് ഇട്ടിട്ടല്ലേ, ആള് എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു. വെള്ളം മുണ്ട് എടുത്തിട്ട് ഒരു തിയേറ്ററിലേക്കാ പോയി. ആളെ എങ്ങനെ പിടിച്ചിറക്കി. അവിടുത്തെ ചിട്ട അതാണ്. നമ്മുടെ നാട്ടിലെ കള്ളിമുണ്ട് എടുത്തിട്ട് എങ്ങനെ എടുത്തിട്ട് അവൻ സിനിമ പോകണം. പക്ഷെ അവർ വേറെ നാട്ടിൽ പോയി പറ്റില്ല. അപ്പൊ അത് നമ്മളെ ഇവിടെ പോകണം. അതിന്റെ രീതിയിൽ നമ്മളെല്ലാവരും ജീവിക്കേണ്ടി വരും. നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അത് തെറ്റല്ലാത്ത നിയമങ്ങളാണെങ്കിൽ നമ്മൾ പാലിച്ചിരിക്കും. അതിനിപ്പോ എന്താ ഇത്രയും പറയാ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ വർത്താനം പറയണേ അവരോട് പറയാൻ പറ്റില്ല. അപ്പൊ ഓരോന്നിനും ഓരോ ചിട്ടകൾ ഉണ്ട്. അപ്പൊ അതിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാച്ചെങ്കിൽ അതിന്റെ ഇന്റർനാഷണൽ സ്കൂളൊക്കെ ആകുമ്പോ അതിന്റെ സ്റ്റാൻഡേർഡിൽ അവർ പോവും. അപ്പൊ നമുക്കായിട്ട് ഒരു പുതിയ നിയമമൊന്നും പറ്റില്ല. നമ്മളിതൊക്കെ പറഞ്ഞില്ലേ, നാടോടുമ്പോ നടുവോടും. നമ്മളല്ലാതെ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യം മുന്നോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് കുട്ടികൾ മുന്നേ പഠിച്ച സ്കൂളിനെ ഇത്ര നെഗറ്റീവായി പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് വിഷമമാകില്ലേ. ഇങ്ങനെ പബ്ലിക്കായി കുറ്റം പറയുമ്പോൾ അത് അവർ ഇൻസൾട്ട് ചെയ്യുന്ന പൊന്നുവിൻ്റെ മേക്കപ്പ് ഇതുപോലെ ആരെയും പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, പൊന്നിന്റെ മേക്കപ്പിന് ഇന്ന വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മേക്കപ്പ് ചെയ്തു അത്രേ ഉള്ളൂ. ഞാൻ പൊന്നു മേക്കപ്പ് പഠിക്കാൻ പോകുമ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ പൊന്നിനോട് ഞാൻ കൊടുത്തൊരു ഉപദേശം, നമ്മൾ ചെയ്യണത് നിനക്ക് അതിൻ്റെ എന്താ ലാഭം വെച്ചാൽ അത് നീ എടുക്കുക. നല്ല പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുക, ലോക്കൽ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് നമ്മളെന്ത് ചിന്തിക്കണോ അതായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു എന്ത് കാര്യത്തിനും അങ്ങനെ ചിന്തിക്കണ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു സാരി ഇറക്കിയപ്പോൾ പോലും ഞാൻ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ആദ്യം ഇറക്കി. പക്ഷേ എനിക്ക് മനസ്സിലായി പബ്ലിക്കിന് ആവശ്യം വില കുറവിൻ്റെയാണ് ആവശ്യം. അപ്പോൾ അവർക്ക് അങ്ങനത്തെയാണ്, എല്ലാവർക്കും പ്രീമിയം ക്വാളിറ്റി മേടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അപ്പോൾ പരമാവധി നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു ഇത് വേണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്കൂളിലെ പറ്റി പറഞ്ഞ ടീച്ചർമാരുടെ കുറ്റവും കാര്യങ്ങളും ഒന്നാമത്തെ ആദ്യം കുറ്റം പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ പഠിപ്പിൻ്റെ നിലവാരത്തിൻ്റെയാണ് ഞാൻ ആദ്യം അത് കേട്ട കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ പറയാൻ കാരണം
മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരു ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതിൽ എനിക്ക് എതിർപ്പാണ്. അത് ഞാർക്കൊക്കെ കുട്ടികൾ കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലും നിങ്ങൾ ഈ കുട്ടികൾക്ക് ബാധിക്കുന്നത് നമ്മള് അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിലുള്ള ഒറ്റ മലയാളം മീഡിയം മാത്രം മതി, പിന്നെ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഏതൊരു ഉദ്ദേശിച്ച പോലെ ഈ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളതിന് മലയാളം മീഡിയം കുട്ടികളതിന് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഈ സ്കൂളിലേക്ക് എത്രത്തോളം വർഷമായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറ്റുന്നിടത്തോളം നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ താഴത്തെ ജീവിതമാണ്, ജീവിതത്തിൽ എന്തൊക്കെ വരുന്നതൊക്കെ നേരിട്ട് നമുക്ക് ഇപ്പൊ നാളെ പറ്റിയത് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൊല്ലെങ്കിൽ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. ആ ഒരു കൊല്ലത്തിന്റെ അറിവിൽ എന്റെ മക്കൾക്ക് കിട്ടിയാൽ അവരൊരു അടിത്തറ നന്നാക്കാൻ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അത്ര ഇപ്പം ഞാൻ 6000 കൊടുത്തിട്ടാണ് എൻ്റെ മക്കളെ ട്യൂഷൻ പഠിപ്പിക്കുന്നത്. ആ 6000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും കാശുണ്ടായിട്ടൊന്നുമല്ല. അപ്പോഴും അവരുടെ ഭാവി അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഞാൻ ടീച്ചർമാരെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം വരില്ല. അതായത് ഇന്നലെയും ഒരു പേരൻസിനെ ഞാൻ കണ്ടു. ആ പേരൻസ് അടക്കം ഒരു കുട്ടീനെ ആ സ്കൂളിൽ മോൻ പഠിക്കുന്ന സ്കൂളിലെ കുട്ടിയുടെ ഒരു അച്ഛനെ കണ്ടു. അച്ഛനടക്കം പറഞ്ഞത് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവാണ്. കുട്ടികൾക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നേരില്ല. ഭാര്യ ജോലിക്ക് പോയിട്ട് ഭാര്യക്കാണ് അത്. അപ്പോൾ നമ്മുടെ മാത്രം തീരുമാനമല്ല. സോഷ്യൽ മീഡിയയിലാണ് ഞാൻ വന്നിവിടെ ഇത് പറയുന്നത്. നമ്മുടെ ഉണ്ണിയാൾ പഠിക്കുന്ന ടീച്ചർമാരെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു ഒറ്റക്കാലില്ല. ഇപ്പോഴത്തെ പഠിപ്പിന്റെ രീതിയെ കുറിച്ചാണ് പറയണത്. ഈ ടീച്ചർമാരെ നമുക്ക് ഇൻസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. ഒന്നാമത് നമ്മളെ ഗുരുക്കന്മാരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇന്നവരെ ചെയ്തിട്ടുമില്ല. അടുത്ത ചോദ്യം അത് വായിച്ചോളൂ. അപ്പൊ അതിന്റെ അടിയിൽ ആ ക്വസ്റ്റ്യന്റെ അടിയിൽ ഒരു പെണ്ണ് ആ സ്ത്രീക്ക് അങ്ങനെ തന്നെ എല്ലാത്തിനും കുറ്റം പറയും. ഞാൻ അങ്ങനെ എല്ലാത്തിനും കുറ്റം പറയും. കണ്ടത് മുഖത്തടിച്ച പോലെ പറയും. അതാണ് എൻ്റെ കുറ്റം എന്ന് വെച്ചാൽ ആ കുറ്റം ഞാൻ ചെയ്യണോളം തന്നെയാണ്. അതിന് കാര്യം എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. മനസ്സിലായ കണ്ടത് കുറ്റം അതൊക്കെ കണ്ട കുറ്റം പറയാത്തതാണ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കണ്ട കാര്യം പറയാത്തതാണ്. മതി ഈ ബോധത്തോടക്കണ എന്റെ പൊന്നു മോളെ, ഈ ബോധത്തോടക്കണ ഞാൻ ഈ 10-42 വയസ്സ് വരെ ജീവിച്ചില്ലേ, അതൊക്കെ മതി. നിന്റെ വീട്ടിൽ നിന്ന് തുടർന്ന ബോധം എനിക്ക് തരേണ്ട ആവശ്യമില്ല. എനിക്ക് അച്ഛൻ അമ്മ ആങ്ങള പെങ്ങള അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് മതി. നീ എങ്ങനത്തെ ജാതി എന്നല്ല. പിന്നെ മറ്റുള്ളവരെ ഈ കമന്റ് ബോക്സിൽ എറിഞ്ഞിട്ട് ഈ നെഗറ്റീവ് എന്ന് പറയണ ആ ചിന്താഗതിയും ഇല്ല. എനിക്ക് വന്ന മറുപടിക്കുള്ള എന്നെ എന്തെങ്കിലും ചൊറിഞ്ഞ തിരിച്ച് ഞാൻ ചൊറിഞ്ഞു. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ മാന്തി പൊളിക്കുന്നത്. അതായത് വീട്ടുകാരൊന്നും അഭിപ്രായം പറയണ്ടാവില്ല. പിന്നെ തോന്നിയാസത്തിന് അടക്കം പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ആ ഒരു പ്രകൃതമുള്ളവരാണ് ഇപ്പൊ ഈ കമന്റ് ഇട്ടത്. അപ്പൊ അത് അനുഭവിച്ച മോളെ അത്രേ ഉള്ളൂ. അതെ, 2 മക്കള് പഠിക്കാത്തതുകൊണ്ട് കാരണം മറ്റു 2 മക്കളെ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏട്ടനോട് എന്താ പറഞ്ഞു, നമ്മളോട് പെറ്റണ പോലെ അവർക്ക് ഒരു 6000 ട്യൂഷൻ ഉണ്ടാക്കി. മാസം 42,000 വർഷം ഫീസ് വരുന്ന ഒരു സ്കൂളാണ് അവരുണ്ടാക്കി. നമ്മളോട് പെറ്റണത് നമുക്ക് ചെയ്യാം. പഠിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമാണ്. അത് മൂത്തവർ 2 ആൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൊന്നു പറഞ്ഞു എനിക്ക് ഇന്ന സ്കൂളിൽ ഇന്നവരുടെ കൂടെ പഠിക്കാൻ പോകണമെന്നാണ്. എൻ്റെ കൂടെ പപ്പൻ്റെ പിള്ളേർ അവിടെ പോയി അവരുടെ കൂടെ പോകണം. അവളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അവളോട് ചേർത്തു. മറ്റാൾ വലുതായി പറഞ്ഞു എനിക്ക് നല്ല നീറ്റായിട്ടുള്ള സ്കൂൾ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നത് കുഞ്ഞൻ പറഞ്ഞു. അവളെ അവിടെ കൊണ്ട് ചേർത്തു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇതിപ്പോൾ പഠിക്കുന്നേക്ക് പറയാൻ പറ്റുള്ളൂ. പഠിക്കണമെന്ന് സ്വയം എല്ലാവരും ചിന്തിക്കണം. മനസ്സിലായ? അപ്പം ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അവരുടെ തലയിലെഴുത്ത് പോലെ അല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളോട് പെട്ടുള്ള കാര്യം ഞങ്ങൾക്ക് ചേർന്നതിന്റെ അപ്പുറമാണ്. നമ്മൾ ആദ്യം ബദരിയിലാണ് ചേർത്തിട്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിലെ ചേർത്ത്. നമുക്കത് പറ്റാണ്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ മലയാള മീഡിയത്തിലേക്ക് ആക്കിയത്. അവിടെ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീണ്ടും ഒരു മാറ്റം വരുത്തിയത്. ഇനിയിത് ഇപ്പൊ യോഗം പോലെയാണ്. പറഞ്ഞില്ലേ, മറ്റുള്ളവർ പഠിച്ചില്ലാച്ചിട്ട് ഇവര് പഠിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അധ്യയനം ഇവര് പോകുന്നു. നമുക്ക് യാതൊരു അവർക്ക് എപ്പോഴും കുട്ടികളെ കണ്ടവർക്ക് എഡ്യൂക്കേഷൻ്റെ വില അറിയില്ല. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതിനിപ്പോൾ എന്താ തെറ്റ്? ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാത്തത് ഞങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളെ പോലെ ചിലപ്പോൾ തനിക്ക് മക്കളെയും ഭർത്താവിനും വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും കൂടെ പോകാനല്ല അവരെ കണ്ടുകൊണ്ടിരിക്കാനോ ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ മക്കളെയും ഭർത്താവിനും കണ്ടുകൊണ്ടിരിക്കാനും ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയായിപ്പോയി. എനിക്കല്ലാണ്ട് ഇപ്പോൾ നാട്ടുകാരെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല. എനിക്ക് എൻ്റെ മക്കളെ ഇരുന്നിട്ടില്ലേ കാര്യമുള്ളൂ. എഡ്യൂക്കേഷൻ്റെ വില അല്ലേ എനിക്ക് അത്യാവശ്യത്തിലേറെ എഡ്യൂക്കേഷൻ്റെ വില ആണ്. എഡ്യൂക്കേഷൻ്റെ വില ഉള്ള നീ ഇരുന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് ചൊറിയണത് അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ മെക്കെട്ട് കയറാൻ വേണ്ടി കമൻറ്റ് ഇടാവുന്നതല്ല.
അത് നല്ല കാര്യങ്ങൾക്ക് പ്രവർത്തിക്കും. അല്ലാണ്ട് നാട്ടുകാരുടെ കുറ്റവും കുറവുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിന് വലിയ പോരായ്മകൾ നിന്റെ വീട്ടിലുണ്ടാവും. ഒന്ന് നോക്കിക്കേ, തിരിഞ്ഞ് നോക്കി നോക്കിയേ. ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ റിയാക്ഷൻ വരുള്ളൂ. നീ ധാറില്ല കുറേ ആണ്. അപ്പം അതിൽ വേറെ എന്താ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം. ഒരുപാട് സ്ത്രീകൾ അമ്മമാർ പറയാൻ ആഗ്രഹിച്ചതാണ്, എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും ഇതേ അധികമാണ്. അവർ സ്കൂളിൽ പോകുന്നത് തന്നെ കാക്കയും പൂച്ചയും ഉണ്ടാക്കാനാണ്, അവിടുത്തെ പഠിപ്പിക്കുന്നതില്ല. പക്ഷെ ഇതുവരെ എനിക്ക് അതിന് പ്രതികരിക്കാൻ ധൈര്യം കിട്ടിയില്ല. ഈ അമ്മ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ഇങ്ങനെയെങ്കിലും ആ ടീച്ചർമാർ ഇത് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അപ്പം മനസ്സിലായി, നിന്റെ പോലെ മാത്രമല്ല ചിന്തിക്കാൻ കാര്യമുള്ളൂ. എനിക്ക് ഈ പ്രതികരിച്ചപ്പോൾ ഒരു 1ാം ക്ലാസ്സിലെ എത്ര ടീച്ചർമാർ എനിക്ക് കമന്റ് ചെയ്ത് ഫോൺ വിളിച്ചു വാട്സപ്പിൽ മെസ്സേജ് വിളിച്ച് സംസാരിച്ചു. അത് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. ടീച്ചറാണ്, നിന്റെ പോലെയല്ല, ടീച്ചറാണ് എന്നെ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് വിഷമപ്പെടാം, മക്കള് ഇങ്ങനെ വെറുതെ ഒരു അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യപ്പെട്ടു. ഒരു ടീച്ചർ 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചത് കുറേ നേരം. അത് ഈ മക്കൾക്ക് അത്യാവശ്യം പഠിക്കാനും കാര്യമില്ല. അതിന്റെ ഇടയ്ക്ക് ഈ കാക്കേനെയും പൂച്ചേനെയും ഉണ്ടാക്കുക അത് മക്കളെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. മോൾക്ക് അത് എങ്ങനെയാന്ന് അറിയില്ല. എന്തായാലും നല്ലതെനിക്ക് പോട്ടെ, മക്കളൊക്കെ ആയിട്ട് നല്ലതെനിക്ക്. അവരുടെ താളത്തിന് ഒത്തുന്നുള്ളാത്തവരെ എല്ലാം അവർക്ക് കുറ്റം പറയും. മൂത്ത മരുമകൻ സാരിയിൽ തൂങ്ങി നടക്കുന്നവൻ ആയതുകൊണ്ട് കുറ്റം പറയുന്നില്ല. 2ാമത്തെ മരുമകൻ അതിന് നിൽക്കില്ല എന്ന് തോന്നി, അതുകൊണ്ട് രണ്ടാമത്തെ പേര് നിക്കില്ല എന്ന് തോന്നാൻ കാരണം 2ാമത്തെ പേര് അന്തസ്സായിട്ട് ഭാര്യയുടെ കൂടെ ഒരുമിച്ച് അവർ കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്തിന് എനിക്കെന്താ, ഞാൻ ഷേബിയോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഞാൻ അവനോട് വിളിച്ചു ചോദിക്കും, ഞാൻ അവനോട് എന്തെങ്കിലും അധികാരമായിട്ട് ഇന്നത് ചെയ്യടാ അങ്ങനെ ചെയ്യടാന്ന് ഞാൻ പറയാറുണ്ടോ? നിങ്ങൾ ചോദിക്കേ. എന്തിന് എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്, എനിക്ക് എന്തിനാ എൻ്റെ ഭാര്യയോട് പറയേണ്ട കാര്യം? മകനായിട്ട് എനിക്കൊരു മോനെ ദൈവം തന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് എന്താ? അവൻ എന്നും എൻ്റെ മോളുടെ ഭർത്താവായിരിക്കും. ആ ഒരു സ്നേഹം ബഹുമാനം എനിക്ക് എന്നും അവനോട് ഉണ്ടായിരിക്കും. മനസ്സിലായി? മറ്റോ താളത്തിന് തുള്ളോ ഇല്ലെന്ന് പറയാൻ ഞാൻ അവനെ വിളിച്ചോട്ടോ അവനോട് സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലേ പറഞ്ഞ 2ാമത്തെ മരുവനായിരിക്കും യാതൊരു അടുപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എന്റെ മരുമക്കളായാലും ഞാൻ നിൽക്കുന്ന ലിമിറ്റ് ഉണ്ട്, അതിൽ തന്നെയാണ് എപ്പോഴും നിൽക്കാൻ. എൻ്റെ വീട് ആദ്യം തൊട്ട് അവസാനം കാണുന്നവർക്ക് അറിയാം. ഞാൻ എൻ്റെ മരുമക്കളടുത്തായാലും ആരുടെ അടുത്തായാലും നിൽക്കുന്ന എനിക്ക് എൻ്റെ ഒരു രീതി, അതിൻ്റെ അപ്പുറം ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ച് കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ അടുത്ത് മാത്രമേ എടുക്കാറുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്ത് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതിപ്പോൾ എൻ്റെ പൊന്നുൻ്റെ അടുത്തായാൽ പോലും ഞാൻ പൊന്നിനോട് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാറില്ല. അവളുടെ ജീവിതമാണ്, അവരാണ്, അവർ ഭാര്യ ഭർത്താവാണ്. അപ്പോൾ അവരെന്തെങ്കിലും വേണമെങ്കിൽ എന്താ പൊന്നോന്ന് ചോദിക്കാൻ പോലും ഞാൻ നിൽക്കാറില്ല. അത് നിൽക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് അവർ ഭാര്യ ഭർത്താവുള്ള പ്രശ്നം. അത് അധികമാവുമ്പോൾ അത് എനിക്കറിയാം അവരുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് എനിക്കറിയണോണ്ട് എനിക്കിതല്ല. അല്ലാണ്ട് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ അതിൽ ഞാൻ ഇടപെടും. അവരുടെ കാര്യം ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു മുണ്ടെടുക്കാത്തതിന് വരെയുള്ളൂ ബർമോൾ ഇടാൻ പറയുന്നത് അതിനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഞാൻ അവരൊരു കാര്യത്തിന് ഞാൻ ഇടപെടാറില്ല. മൂത്ത മരുവിന്റെ താളത്തിന് നമ്മൾ നിൽക്കാറുമില്ല. അവന്റെ താളത്തിന് അവൻ ചവിട്ടിക്കോട്ടെ, നമ്മുടെ താളത്തിന് നമ്മൾ. അവരുടെ ലൈഫായിട്ടോടുകൂടി ഞങ്ങളുടെ ലൈഫായിട്ടോടും ഞങ്ങൾ രണ്ടോട്ടും അവരിട്ട് ഞങ്ങളുടെ ലൈഫിലിട്ട് അച്ഛൻ അങ്ങനെ ചെയ്യുക, അമ്മ ഇങ്ങനെ ചെയ്യുക, അച്ഛനും അങ്ങനെ അമ്മ ഇങ്ങനെ ചെയ്യും. അവർ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു കാര്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എടുക്കാൻ ഷെബി ആയാലും പൊന്നായാലും വന്നിട്ടില്ല. ഞങ്ങളായാലും അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യം എടുക്കാൻ അവരുടെ ഞങ്ങൾ അച്ഛനും അമ്മയിലും ഞങ്ങൾ പറയണമെന്ന് ഞങ്ങൾ അങ്ങനെ റോൾ അവർ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ഫ്രണ്ട്സുകൾ എന്തെയാണ് നമ്മളാ രീതിയിലാണ്. രണ്ടാമത്തെ മരുവിനെ നമ്മള് താളത്തിന് കൊണ്ടു നടക്കാൻ നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞങ്ങളൊരു എൻഗേജ്മെന്റ് ഞാൻ 1-2 പ്രാവശ്യം ആ ഒരു വ്യക്തിയോട് സംസാരിച്ചിങ്ങനെ തന്നെ. ഞാൻ അങ്ങോട്ടും സംസാരിച്ചില്ല, ആളെ എന്നോട് ഇങ്ങോട്ടും സംസാരിച്ചില്ല. ആളെ എങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല. പേഴ്സണലായിട്ട് ആളോട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് പോയി. പിന്നെ ആളെ എങ്ങനെയാണ്, പിന്നെ ആളെന്തായാലും ഭാര്യനെ സ്നേഹിച്ച് ഭാര്യയുടെ കൂടെ തന്നെയല്ലേ നടക്കണ് അല്ല. അല്ലാണ്ട് ഇപ്പൊ അവൻ എൻ്റെ മോളെ കെട്ടിക്കൊണ്ടിട്ട് വേറെ ഇഷ്ടത്തിന് കുടിച്ചും കൂത്താടിയിട്ടൊന്നല്ലല്ലോ നടക്കുന്നത്. അപ്പോഴും അവനും അവന്റെ ഭാര്യ സപ്പോർട്ട് ചെയ്യില്ല. രണ്ടാമത്തെ മരുമകന്റെ ഫാമിലി നല്ല ഫാമിലി സൂപ്പർ ആയിക്കോട്ടെ. അതിനിപ്പോ എന്ത്, നിങ്ങൾ രണ്ടാമത്തെ മരുമന്റെ ഫാമിലി ആയി നിങ്ങൾ എടുത്തോ.
ഞാൻ വേണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനിയുണ്ട്. ഞാൻ ഫാമിലിക്ക് വേണമെങ്കിൽ പൊക്കോളെ, നമുക്ക് അതിന്റെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു വിഷമമില്ലടാ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫാമിലി ജീവിക്കാനുള്ളതല്ല. നല്ലതാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്തോളാം, നമുക്ക് യാതൊരു പരാതിയില്ല. എന്റെ നിങ്ങളുടെ പോണായിട്ട് താളത്തിന് ഒപ്പത്തിന് തുള്ളുണ്ടല്ലോ, അപ്പൊ അത് നല്ല നിലയ്ക്ക് പൊക്കോട്ടെ. കുഞ്ഞിനെ തിരിച്ചു വിളിക്കൂ. ഇത്രയും കാലം ഇത് വേറെ കേട്ടാ. എന്ന് കാലം വെച്ച അമ്മയും മോളും കാണാതെ അമ്മയും മോളും അമ്മയെ കാണാതെ ഇരിക്കുക. എപ്പോഴെങ്കിലും മക്കൾക്ക് അമ്മയെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളതാണ് ഇഷ്ടം. അത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ശരിയാണ്. അത് നല്ലൊരു മനസ്സാണ്. ഈ ഒരു കമ്മ്യൂണിറ്റി ആ വ്യക്തി നല്ലൊരു മനസ്സെന്താ വെച്ചാൽ തല്ലി പിരിഞ്ഞ് കാണണമെന്നല്ലല്ലോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒത്തൊരുമിച്ച് കാണാം. അപ്പോൾ ചിലപ്പോൾ അതിനൊക്കെ സമയം ഉണ്ടാവും മോളെ. അതുകൊണ്ടായിരിക്കും, മോളാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നല്ല, അതൊക്കെ സമയം ഉണ്ടാവും. അപ്പം അതൊന്നും ആയിട്ടുണ്ടാവില്ല. കാണാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല നമ്മൾ കാണാൻ എല്ലാവരുടെ ജീവിതം നല്ല നിലയ്ക്ക് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കും. പക്ഷെ നമുക്കതെല്ലാം കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ അതൊക്കെ ഈ നമ്മളെ ഒഴുക്കിനനുസരിച്ച് നീന്തുക, അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അമ്മയുടെ സ്കിൻ മുമ്പൊക്കെ എന്നിട്ട് മുമ്പത്തേക്കാൾ മാറിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറ്റത് ഒരുപാട് ആൾക്കാരെന്നോട് ചോദിക്കുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വെളുത്തൊരു വ്യക്തി തന്നെയായിരുന്നു, അത്യാവശ്യം നല്ല നിറമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇതിന് നല്ല സ്കിന്നായിരുന്നു എനിക്ക് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു കുണുക്കനെ പ്രസവിച്ചതിൻ്റെ അവിടെ നിന്ന് അങ്ങനെയാണ് ഞാൻ ആകെ മോശം. എന്താ വെച്ചാൽ ഒരു പ്രസവ രക്ഷ എന്ന് പറഞ്ഞിട്ട് സംഭവം നമ്മളെ അമ്മമാരുള്ളപ്പോൾ കിട്ടണത് എത്ര നമ്മളൊരാളെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ ആൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രസവം പിന്നെ 5 വട്ടം അടുത്തില്ല, എന്നിട്ട് രാവിലെ പോവും, രാത്രി ആകുമ്പോൾ വരും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര കറുത്തൊരു ഞാൻ അത്യാവശ്യം നല്ല വെളുത്തൊരു വ്യക്തി തന്നെയായിരുന്നു. ആ ഹോർമോൺ ചേഞ്ചിൻ്റെ കാര്യം ആ സമയത്താണ് കുണിക്കണി പ്രസവിച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ആകെ മോശമായി കറുത്ത ആകെ. അതിപ്പോൾ ഏതൊരു ഡെലിവറി കഴിഞ്ഞാലും നോക്കി കഴുത്തിൻ്റെ ആവശ്യം കറുപ്പും, കാരണം അതെല്ലാ സ്ത്രീകളിലും വരുന്നതാണ് ഹോർമോൺ ചേഞ്ച്, അത്രേ ഉള്ളൂ. ഫിൽറ്ററാണ്. ഓക്കെ, ഫിൽറ്റർ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ആയിക്കോട്ടെ, ഫിൽറ്ററാണ്. എനിക്ക് എന്നെ ഒരു കാര്യം ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ടവർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വീഡിയോയിൽ കാണേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണുന്നത്. ആ ഫിൽറ്ററിനകത്തെ ആൾക്കാർ അവരും പറയും, ഞങ്ങളും വിചാരിച്ചു കുറെ ആൾക്കാർ കമന്റ് ഫിൽറ്റർ അല്ല നമ്മളെ കാണുന്നവര് നേരിട്ട് കണ്ണില് ഫിൽറ്റർ വെച്ചിട്ട് നോക്കണം, അതുകൊണ്ടാവും. അപ്പൊ അതങ്ങനെ കാണാം. കുഞ്ഞിനെ പിന്നീട് വിളിച്ചിട്ടുണ്ടോ? അവർ വീട്ടിൽ വന്നാൽ പൊന്നു വന്നപ്പോൾ സ്വീകരിച്ച പോലെ ആകുമോ? കുഞ്ഞിനെ വിളിക്കണമെന്ന് തോന്നാറില്ലേ? ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. കുഞ്ഞൻ വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചിട്ടില്ല നമ്മളെല്ലാവരോടും പറഞ്ഞു. അവൾ ഒരിക്കൽ അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് പാൻ കാർഡിൻ്റെ എൻ്റെ അച്ഛൻ്റെ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ അയച്ചു ചോദിച്ചു. ഞാൻ അപ്പം എന്നോട് ചോദിച്ചു അച്ഛൻ്റെ അനുവാദത്തിലാണ് അച്ഛൻ്റെ പാൻ കാർഡ്. അപ്പം ഞാൻ എന്നോട് ചേട്ടാ കുഞ്ഞിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാൻ കാർഡിൻ്റെ ഫോട്ടോ വേണം, അതിൻ്റെ വേണം എടുക്കാൻ. അപ്പോൾ എന്നിട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ തമ്മിൽ വേറൊരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് പിന്നെ കാണാൻ കൊതിക്കാറുണ്ട്, വിളിക്കാനെന്ന് തോന്നാറുള്ളൂ. പിന്നെ തോന്നാണ്ടിരിക്കുമോ? ആ ശബ്ദം കേൾക്കാൻ തോന്നും, ആളൊന്ന് കെട്ടിപ്പിടിക്കാൻ, അതൊക്കെ ഉണ്ട്. അത് അവർക്ക് തോന്നുമില്ലേന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ രണ്ടു കൂട്ടർക്കും തോന്നുന്ന കാലത്തൊക്കെ സാധിക്കട്ടെ, അത്രേ ഉള്ളൂ. അതുവരെ നമ്മൾ ആ പൊന്നു വന്ന പോലെ ബന്ധം സ്വീകരിക്കുക. അവള് മോളെന്നെ അല്ലേ, വേറെ ആരും തന്നെയല്ല. പൊന്നു എന്താക്കിയ പൊന്നായാലും കുഞ്ഞിനായാലും കൊടുക്കാൻ ആര് വന്നാലും വീട്ടിൽ വന്ന ബെല്ലടിച്ചാൽ നമ്മൾ വാതിൽ തുറക്കും, അല്ലാണ്ട് വേറെ നമ്മൾ അടയ്ക്കാറില്ല. അത് ആ സമയമാകുമ്പോ ഇതിന്റെ യോഗം പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. സംഗീത ചേച്ചി, നിങ്ങളുടെ അനിയത്തിയുമായുള്ള പ്രശ്നം തീർന്നു. നിങ്ങൾ ചേച്ചി വീട്ടിൽ അയ്യോ ആരായിട്ടും പ്രശ്നം തീർക്കാനുമില്ല ഉണ്ടാക്കാനുമില്ല. നമ്മളെല്ലാവരെയും സഹായിക്കും. അവസാനം നമുക്ക് 8ന്റെ പണി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിണങ്ങും, മിണ്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടൊക്കെ സഹായം ചെയ്യും. പിന്നെ അത് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ദുഷ്ടത്തിൽ ലോകത്താണ് ഞാനാണ്. അപ്പൊ ഞാൻ കണക്കാക്കിയത് പുകഞ്ഞ കൊള്ളി പുറത്ത്, അതാണ്, അത്രേ ഉള്ളൂ. ഞാനും വേണ്ട, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനാഥാലയത്തിന് കെട്ടിയത് വിശേഷിച്ചു. ഞാൻ കൊറേ പാഠം പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുകഞ്ഞ കൊള്ളി പുറത്ത്. അത് കത്താൻ പിന്നെ നമ്മളതില് നഷ്ടങ്ങൾ വെച്ചാൽ മാനം നഷ്ടമാണ്. അതാണ്, അതായത് നമ്മളെ എന്തെങ്കിലും
വേണ്ട എന്തേലും ആവട്ടെ അവർക്ക് ഞാൻ കുറേ ആയി ചോദിക്കുന്ന അമ്മ മാതാവിൻ്റെ അവിടെ പോയി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പറയാമോ? അവിടുത്തെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മൾ വീട്ടിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞു തരുമോ? ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ, ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ. താങ്ക് യു. നിങ്ങളെ പോലെയുള്ളവരാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഇങ്ങനെ മുഖത്തൊരു പ്രസരിപ്പ് കിട്ടി. അതല്ല ഏറ്റവും വലുത് അല്ലേ? നമ്മുടെ നമുക്കൊരു വിഷമം വരുമ്പോൾ സത്യം ഞാൻ ഇപ്പം നിങ്ങളോട് ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വന്നതാണ്. ഇപ്പോഴും ഹിന്ദു മതത്തെ വിശ്വസിച്ച് അമ്പലത്തിൽ പോയി വിളക്ക് വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്കൊന്നും പറയാം, എനിക്ക് മനസ്സിനോടെ വിഷമം തോന്നുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അമ്മേ മാതാവ്, എനിക്ക് എന്താ ഒരു കൈത്താങ്ങായിട്ട് മാതാവ് ഉണ്ടെന്ന് എനിക്കൊരു തോന്നുന്നു. എല്ലാവർക്കും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്താ മാതാവിനെ വിളിച്ചാൽ കാര്യം സാധിക്കുമെന്ന് എനിക്ക് ഒരുപാട് പ്രാവശ്യം എന്നെ പഠിപ്പിച്ചെന്നു ലൈഫിൽ. ആ കാര്യം എനിക്ക് മാതാവിന് മേൽ ഭയങ്കര വിശ്വാസത്തെ കൃപാസനത്തിൽ മാതാവിനെ എനിക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, മാതാവേ എൻ്റെ മക്കൾക്ക് നല്ല പഠിച്ച് നല്ലൊരു ഭാവിയിൽ എൻ്റെ കുണക്കിന് എത്തിക്കുന്നത് മാതാവേ. ആ മാതാവായിരിക്കും ഇപ്പം ഞങ്ങൾക്ക് ഈ സ്കൂൾ മാറ്റി വേറെ സ്കൂളിൽ എല്ലാം ഞങ്ങൾ ഒരു ഫ്രൂട്ട്സ് ചെറുതാക്കല്ല, മറ്റുള്ളവർ പഠിപ്പിക്കാണ്ടല്ല. ചിലപ്പോ എല്ലാം പറഞ്ഞില്ലേ ഒക്കെ ദൈവമായിട്ടാണ് അവിടെ പഠിക്കാൻ യോഗണോ. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ നല്ലൊരു സ്കൂൾ അവർക്ക് പഠിക്കാൻ. എന്തായാലും മാതാവിന്റെ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ പോയ വേറെ പ്രത്യേകിച്ച് ഇപ്പോഴും ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് വിളിച്ചാൽ അപ്പുറത്ത് എന്തെങ്കിലും ഒരു മാർഗം മാതാവ് കാണിച്ചു തരുന്നുണ്ട്. അതല്ലേ വേണ്ടത് നമുക്ക് അല്ലേ? ജീവിതത്തിൽ മനസ്സമാധാനം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. പിന്നെ രാവിലെ പുലർച്ചെ 5:30 എഞ്ച് മാതാവിനെ പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ മാതാവിനെ പ്രാർത്ഥിക്കുക. ഇതെന്ത് ചെയ്യണോട് പ്രത്യേകിച്ച് വേറെ ചെയ്യല്ല. പിന്നെ എങ്ങനെ പോകുമ്പോൾ മാതാവിന്റെ ഫോട്ടോ ഒന്ന് കൊണ്ട് തൊട്ടൊന്ന് വെച്ച് പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഞങ്ങൾ യാത്രയിലാണ്, ഞങ്ങൾ പുലർച്ചെ വല്ല കാറിൽ പോകണം, അല്ലെങ്കിൽ സന്ധ്യത്ത് കാറിൽ പോകണം. ഞങ്ങളുടെ സന്ധ്യാദീപം മെഴുത്തിൽ എത്തിക്കില്ല എന്നുള്ള വണ്ടിയിൽ പ്രാർത്ഥന വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ട് വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കൂട്ടാ. പിന്നെ അവിടെ പള്ളിയിൽ പോയി പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് പ്രാർത്ഥിക്കുക അത്രക്ക് തന്നെയല്ല. പിന്നെ ഉടമ്പടി എടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്, അത് എല്ലാവരും സാധിക്കുന്നവർ എടുത്തോളാം. ഞാൻ എടുത്തിട്ടുണ്ട്. പൊന്നു ചെയ്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ കുഞ്ഞ് ചെയ്തത്. പിന്നെ എന്താ പൊന്നുവിന് ഒരു നിയമം കുഞ്ഞ് അതിനാര് പറഞ്ഞു? 2 നിയമം, രണ്ട് തെറ്റാണ്. 2 കൂട്ടം ചെയ്ത് 2 കൂട്ടം ചെയ്ത് തെറ്റാണ്. 2 കൂട്ടം തെറ്റ് 2 വ്യത്യസ്ത തെറ്റുകളാണ്. നിങ്ങൾക്ക് ഒരുപോലെ തോന്നും, അല്ലെങ്കിൽ അവള് ചെയ്തതിൻ്റെ അത്ര തെറ്റില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. പക്ഷെ ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്കല്ല അറിയാം, നിങ്ങൾക്കല്ലല്ലോ അറിയാം. അപ്പൊ 2 തെറ്റാണ്, 2 ചെയ്ത് തെറ്റ് തന്നെയാണ്. ചെയ്തിട്ട് തെറ്റായിട്ട് കാണണം, തെറ്റ് ചെയ്തവര് തെറ്റായിട്ട് കാണണം, അത് തിരുത്താൻ ശ്രമിക്കണം. അല്ലാണ്ട് തിരുത്താണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ തെറ്റായിട്ട് തന്നെ കാണും. അത് തെറ്റ് ചെയ്തവർക്ക് അത് തെറ്റായിട്ട് തോന്നി തിരുത്തി നമ്മളത് സ്വീകരിച്ചു. ഇനി തെറ്റ് ചെയ്തവർക്ക് തെറ്റായിട്ട് തോന്നാണ്ടിരിക്കുമ്പോൾ ഷെബിൻ ആദ്യമേ ഇവരുടെ വീട്ടിൽ വന്നിരുന്ന ആളാണ്. അവിടെ പരിചയമുണ്ട്. കുഞ്ഞിൻ്റെ അങ്ങനെയല്ലല്ലോ. അതെന്തിനാ അങ്ങനെ? എല്ലാം മരുമക്കൾ വീട്ടിൽ കയറുന്നവരൊക്കെ മുന്നേ വീട്ടിൽ വന്നിട്ടുള്ള പരിചയമുള്ളതുകൊണ്ടാണോ? അതൊക്കെ നിങ്ങളുടെ തെറ്റായതാരാ? അതാണ് ഏറ്റവും അടിപൊളി ഒരു മറുപടി. ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരണ മേൽ ആരെങ്കിലും വിളിക്കണോ? സ്വയമേ വരാലോ. കുഞ്ഞൻ നല്ലോണം വാശിയുള്ള പെൺകുട്ടി, സ്വന്തം കാര്യം നോക്കുന്ന സ്വഭാവം ഉണ്ടാകും. ഇങ്ങനെയുള്ളവരെ ഒരുപാട് ഒളിപ്പിക്കരുത്. സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോയ അതാണ്, അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. മനസ്സിലായി? കുഞ്ഞിൻ്റെ പന്ത്യാവിലെ പൊന്നിൻ്റെ അന്ത്യാവിലെ കുഞ്ഞൻ, അത് പലരും പല രീതിയിലാണ്. ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ദേഷ്യം കണ്ട വായ തോന്നിയത് പറയുന്നത് സത്യ. ദേഷ്യം കണ്ടാൽ വായ തോന്നിയത് പറയും. പക്ഷെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൈ അഴിഞ്ഞ് ചെയ്യാനും ഈ മനസ്സ് ഇനി എന്ത് കാര്യത്തിനും ആർക്ക് ചെയ്യാനായാലും മനസ്സിളകി എനിക്കറിയാം. ഞാൻ കണ്ട കാര്യം മാത്രം ചെല്ലും, കണ്ടതൊക്കെ പറയും സത്യമാണ്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ ആദ്യം വേദനിക്കുന്നതും ആദ്യം കണ്ണെന്ന് വെള്ളം വരുന്നത് ഈ ഒരു മനസ്സ് തന്നെയാണ്. അതങ്ങനെയാണ് എൻ്റെ മനസ്സ്. എല്ലാവരും അത് പറയാനുള്ളതില്ലല്ലോ. അപ്പം അതങ്ങനെയാണ്. അമ്മയുടെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്രയായി? ആ അമ്മയെ ഞാൻ കണ്ടിട്ട് ഉണ്ട് ബദനിയിൽ വെച്ച്. ആ അമ്മയ്ക്ക് എത്ര മക്കളാണ്? പോയില്ല അമ്മ. എനിക്ക് മക്കൾ, മൂത്ത മോളാണ്. തെന്നിയുടെ അമ്മ തെന്നിയൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ പറയാം അവരെ, ഞാൻ പറട്ടെ അമ്മേനെ കണ്ടിട്ട് സത്യം. പക്ഷെ മറ്റുള്ളവരുടെ പേരോ കാര്യങ്ങളോ അതിൽ വലിച്ചെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സത്യം പറയല്ലോ. അമ്മയ്ക്ക് എത്ര, എൻ്റെ അമ്മ മരിച്ചിട്ട് എത്ര വർഷം ഉണ്ടോ? ഹോട്ടലൊക്കെ നിർത്താനായിട്ട് മരിച്ചിട്ട്
ഹോട്ടലിലുള്ള സമയത്ത് നമ്മുടെ 15ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അതെയാ? 11 വർഷം പറയണ്ടോ? 11 വർഷം. 12ാമത്തെ നവംബർ വന്നാലേ 10-12 വർഷമായിട്ടാ അമ്മ മരിച്ചിട്ട്. കറക്റ്റ് ധാരണയിലില്ല. അതാണ് എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഒരുപാട് ഇഷ്ടം. അമ്മയ്ക്ക് അച്ഛൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്വഭാവം. അതായത് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്വഭാവം ഏതാ ഇഷ്ടമുള്ള സ്വഭാവം? ഞാൻ ഒരു സത്യം പറയട്ടെ, എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഭർത്താവ്. അത് തന്നെയാണ് എൻ്റെ ഭർത്താവിൽ എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇതേപോലെ പല പ്രാവശ്യമായിട്ട് എൻ്റെ കൂടെ പോയപ്പോഴായിട്ട് ഞാനും പിണങ്ങിയിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പിണക്കം മാറ്റി പിന്നെ എന്നോട് നീ അവരോട് മിണ്ടരുത്, അല്ലെങ്കിൽ നിന്നെ അങ്ങനത്തെ നിബന്ധനകൾ എൻ്റെ ഭർത്താവ് ഇന്ന വരെ എന്നോട് വെച്ചിട്ടില്ല. അതാണ് എൻ്റെ ഭർത്താവിന് ഏറ്റവും പ്ലസ് പോയിന്റ് തോന്നിയിട്ടുള്ളത്. അതേപോലെ എനിക്ക് ഇതുപോലെ ഒരാളെ കാണാൻ തോന്നിയപ്പോൾ ഞാൻ എന്നോട് എന്നെ ആ വഴിക്കൊന്ന് കൊണ്ടുപോകും, ആളെ കാണിക്കാൻ വെച്ചു. ആളാരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കരഞ്ഞിട്ട് അന്നേരം വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കും, എൻ്റെ എല്ലാവരും ആഗ്രഹമാണ്. ഞാൻ കരഞ്ഞിട്ട് അപ്പം എന്നോട് പറഞ്ഞു, നീ വാ, നീ കയറി വണ്ടി കയറി, നിനക്ക് എവിടെ പോകണം, നിനക്ക് ആരെ കാണുവാ കാണിച്ചു. അപ്പോൾ ഈ നിമിഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്താഗ്രഹം ചോദിച്ചാൽ സാധിപ്പിച്ചു തരും. എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കും. അതാണ് എൻ്റെ ഭർത്താവിന് എനിക്കത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതായത് എനിക്ക് നഷ്ടം വരുന്ന ഒരൊറ്റ കാര്യമില്ലല്ലോ. അതായത് സ്നേഹിക്കുക, ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. അതിൻ്റെ കുടുംബത്തേനെ ഞാൻ ഈ നിമിഷം വരെ സ്നേഹിച്ചിട്ടുണ്ട്. അത് ഭാര്യേനെ ആയാലും മക്കളേനെ ആയാലും മരുമകനെ ആയാലും. എനിക്ക് അതിന് പേരക്കുട്ടീനെ നമ്മള് വേറിട്ട് വേറെ ഒരാളെയും കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ ലൈഫിൽ കാത്തു എന്ന് പറഞ്ഞ പേരക്കുട്ടിയല്ല, കുണുക്കി ആരാ, അത് തന്നെയാണ് ഞങ്ങളുടെ കാർത്തൂന് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് അവള് പേരക്കുട്ടി. ഇപ്പൊ ഷെബിൻ ആരാ, ഞങ്ങൾ പൊന്നൂന് കൊടുക്കുന്ന അതേ സ്നേഹമാണ് ഞങ്ങൾ ഷെബിന് കൊടുക്കുന്നത്. അതേപോലെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത്. നമ്മൾ ആരെയും ഇതാക്കണമൊന്നുമില്ല. എല്ലാരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ശ്രമിച്ചാൽ തന്നെ കുറെ എന്താ പറയാ, എന്തായാലും ഇത് വന്നത് പ്ലസ് പോയിന്റ് അല്ലേ. നമുക്ക് ജീവിതത്തിൽ പ്ലസ് പോയിന്റ് ഉള്ളൂ. കുണക്കിന് സ്കൂളും മാറ്റിയപ്പോൾ സന്തോഷമായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങളോട് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നമുക്ക് നടത്തി കിട്ടുന്നതല്ല. അതും ഞങ്ങളുടെ മാതാവ് തന്നെയാണ് ഞങ്ങൾ സാധിച്ചത്. മാതാവ് തന്നെയാണ് ഞങ്ങളുടെ മാതാവ്. ഇതേപോലത്തെ സ്കൂളിൽ മുന്നിൽ ചേർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പൊ അന്ന് വലിയ ഡൊണേഷൻ ഒക്കെ പറഞ്ഞു. അവിടെ ആ രീതി നമ്മളോട് പറഞ്ഞത് വേറെ ആളോട് നമ്മൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചേർത്തണം എന്നൊക്കെ വെച്ചാൽ നിങ്ങളോട് താങ്കൾ 1 ലക്ഷമൊക്കെ ഒരു മാസം 1 വർഷം ഫീസ് വരിക അവിടെ കൊണ്ടുപോകണേ. പക്ഷെ നമ്മളിപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരൊക്കെ വലിയ അവിടെ 45,000 തന്നെയാണ് വർഷത്തിന് ഫീസ് വരുന്നത്. അന്ന് എൻ്റെ മക്കളാണ് ഞാൻ ചേർത്തെങ്കിൽ എനിക്ക് നല്ലൊരു പറയില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ല, എന്നാലും ചിലതിനൊക്കെ മണുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. കുഞ്ഞിന് വന്നാൽ അമ്മയെ അച്ഛൻ സ്വീകരിക്കുമോ? സ്വീകരിക്കാണ്ടിരിക്കുക എന്താ, എൻ്റെ ഞങ്ങളുടെ മോളല്ലേ അല്ലേ. അവിടെ ഏത് നാട്ടിൽ പോയ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ കുന്നംകുളത്ത് വന്നു. ഈ കുന്നംകുളത്ത് നടക്കുമ്പോൾ ഞങ്ങൾ അറിയണവരെന്താ പറയാ, ആഞ്ഞൂൻ്റെ സംഗീതയുടെ മോളെന്ന് തന്നെയല്ലേ പറയാ അല്ലേ. തീർച്ചയായിട്ടും അവിടെ ഏത് നാട്ടിൽ പോയാലേ ഞങ്ങളറിയണ ഒരു വ്യക്തി അവിടെ കാണുമ്പോൾ എന്താ പറയാ, ആഞ്ഞൂൻ്റെ അല്ലെങ്കിൽ സംഗീതയുടെ മോളെന്ന് പറയാം. അതിന് എന്തൊക്കെ ലോകം തിരിഞ്ഞു മറിഞ്ഞു വന്നാലും അത് ആ ഒരു പേര് അവർക്ക് എന്തായാലും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടം. ഗുരുവായൂരപ്പ അനുഗ്രഹം. ഇപ്പൊ കുറച്ച് അനുഗ്രഹം കുറവ്. നിങ്ങൾ കുറേ കാലം തിരിച്ചു, കുറേ നാളായിട്ട് പോണം. അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച നിങ്ങൾ പോയിരിക്കും, അത് ഉറപ്പാ. അപ്പൊ നിങ്ങള് 3 മാസം ഉണ്ടാവൂലേ? ഞാൻ പോയിട്ട് എത്ര മാസം ആയിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല കേട്ടോ, ഒരു കോണ്ടാക്റ്റും ഇല്ല. കുന്നംകുളം എവിടെയാണ് പ്ലേസ്? നമ്മൾ പോർക്കുളം. ഒന്നും ചോദിക്കാനില്ല, പറയാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. എന്നും വീഡിയോ ഇടാൻ നോക്കണം. നല്ല റെസിപ്പീസ് വേണം. പിന്നെ ബിസിനസ് എല്ലാം നന്നായി പോണു എന്ന് കേൾക്കണം. എല്ലാ സന്തോഷം സമാധാനവും നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവട്ടെ. എല്ലാവരുടെയും സ്നേഹം മാത്രം. ഒത്തിരി താങ്ക്സ് കേട്ടോ, നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും നല്ലൊരു കമൻറ്റ് ഇട്ടതിന്
ഒത്തിരി. ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്? 77. 76 ഉണ്ടാവുന്നേ. കുഞ്ഞെ വിളിക്കാറുണ്ടോ അമ്മേ? ഇല്ല, കുഞ്ഞെ വിളിക്കാറില്ല കേട്ടാ. അമ്മ വീട് പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്ത് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ വീടിന്. കിച്ചണില് പ്രത്യേകിച്ച് ഒന്നും സാധനങ്ങളോ നമ്മൾ മേടിച്ചിട്ട് ഭംഗിക്കുള്ള എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ നല്ല പ്ലേറ്റോ ഒക്കെ ഷെൽഫുകളുണ്ട്. അത്ര തന്നെ ഉള്ളൂ. 2 ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ഹോം ടൂർ ചെയ്തിട്ട് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ചോറിനോട് മേടിച്ചിട്ട് ചെയ്യാട്ടാ. മോഡൽ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. അമ്മയ്ക്ക് നന്നായി മെലിഞ്ഞിട്ടുമുണ്ട്. എൻ്റെ കമൻറ്റ് വായിക്കണം പ്ലീസ്. എൻ്റെ പേര് പറയും വേണം. അമൃത. ഒത്തിരി താങ്ക്സ് അമൃത. എന്ന് മോഡൽ ഡ്രസ് അമ്മയ്ക്ക് ഭംഗിയുണ്ട് കേട്ടാ. സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ സൂപ്പറാന്ന് പറഞ്ഞില്ലേ. വെയിറ്റ് ലോസ് സീക്രട്ട്. എന്തൊരു സീക്രട്ട് പറഞ്ഞോട്ടെ. പട്ടിണി എടുക്കട്ടെ, വേറെ ഒന്നല്ല. ഹായ്, സുഖമാണോ? ഉണ്ണികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഉണ്ണികൾ ഒരാൾ UKG, ഒരാൾ LKG കേട്ടാ. ഒന്നാം ക്ലാസ്, LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കേട്ടാ. കുഞ്ഞിനെ തിരിച്ചു വിളിക്കില്ലേ? കുഞ്ഞിനെ തിരിച്ചു വിളിക്കാൻ ഞാൻ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ലല്ലോ. കുഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞിട്ടില്ല. ഇറങ്ങിപ്പോയി ഒരു തിരിച്ചു ഇങ്ങോട്ട് വിളിക്കല്ലേ വേണ്ട, നമ്മളെല്ലാം ഇറക്കി വിട്ട്. അവർക്ക് അമ്മേനെ അച്ഛൻ ഞാൻ പറയട്ടെ, ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കും. ഞാൻ അവരെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടാണ് ഇവരേക്ക് ഞാൻ വരട്ടെ എന്നെങ്കിലും ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും അവരെ. നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ, നമ്മളവരെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ അവരെ പഴയ വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. ആ പഴയ ഫോൺ നമ്പറും എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. അവൾക്ക് വിളിക്കാം, അമ്മോട് ഇഷ്ടമാണെങ്കിൽ വിളിക്കാം, അത്രേ ഉള്ളൂ. വഴി നന്നാക്കിട്ടൊന്നുമില്ല, വഴി എന്നാലും പുല്ല് കെട്ടിയിട്ടുണ്ട്, അച്ഛൻ പുല്ല് കെട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മുന്നേ എന്തെങ്കിലും ഉണ്ടോ? ഇടയിൽ പോയിട്ടോന്ന് അറിയില്ല കേട്ടോ. ഇതിലുള്ള ചോദ്യത്തിന് മറുപടിയല്ല. ഇതിൽ പറഞ്ഞ മാതിരി നമ്മളെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് സ്നേഹിക്കാത്തവർക്ക് പിന്നെ എല്ലാം കണ്ണുകടിയായിട്ട് തോന്നും, അത്രേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ മാതിരി കുഞ്ഞിനെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും ഒരേമാതിരി സ്നേഹിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നീക്കും, അത്രേ ഉള്ളൂ. അമ്മ എങ്ങനെ ഇത്രയും നിറം വെച്ചെന്നുള്ള ഒരു കമൻറ്റിൻ്റെ വേറെ പെൺകുട്ടി പറഞ്ഞു. അതിന് ഇവർ ഫിൽറ്റർ ഇട്ടിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്, ഒരു നെഗറ്റീവായി പറഞ്ഞതല്ല. അത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും നേരിട്ട് കാണാം, ഓക്കെ? അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഇയാൾ എന്നോട് വന്ന് സംസാരിക്കണം കേട്ടോ. എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ ആരാന്ന്. ഞാൻ എന്താ പറയണത്, എനിക്ക് നിങ്ങൾ ആരൊക്കെയാണ് ഇപ്പം ഈ പേരുകൾ കാണാൻ തരാണ്. നിങ്ങൾ നേരിട്ടാണ്ടേക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ നേരിട്ടാണ് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും എൻ്റെ അടുത്ത് കയറാം. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സത്യമായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാത്തിനും ഭംഗിയാണ്. ഇന്നാള് എവിടെ പെരുമ്പിലാവിൽ കൊറിയർ അയക്കാൻ ഒരു കുട്ടി, മുസ്ലിം കുട്ടി, അതിൻ്റെ കുട്ടീനെ സ്കൂളുന്നുണ്ട്. ആ കുട്ടി അന്ന് സത്യം പറഞ്ഞാൽ കൂറ കുത്തിയിട്ട് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂറ കുത്തിയിട്ട് വണ്ടിയിട്ട് വിളിക്കണം. ഇതിൻ്റെ കാണലേ എന്നിട്ട് പഴയ ചെയ്തായിട്ടിരിക്കുമ്പോൾ എന്നിട്ട് അയ്യോ എന്ത് ഭംഗിയാ കാണാൻ മേലെ, നല്ല രസമുണ്ടല്ലോ അമ്മേനാണ്, എന്തൊരു ഇന്നലെ ചോദിച്ചത് അന്നേരം ചോദിച്ചെന്താ സെലിബ്രിറ്റി അല്ലേ, ഇന്നലെ ഹൈലൈറ്റ് വേണം ഒരാൾ. അവർക്കൊക്കെ ഫിൽറ്റർ നല്ല കാട്ടു സിനിമ നടിയാണോ വല്ല മൂവിയിലങ്ങനെ അമ്മ എന്നിട്ട് പോയി അങ്ങനെ അച്ഛനും പോണു. അമ്മോട് ആരോ ഒരാൾ വർത്താനം പറഞ്ഞിരുന്നില്ല. കൊറേ നേരമായി നോക്കല് തുടങ്ങിയിട്ടാണ് കൊറേ 2-3 സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താ ചോദിക്കണം എന്നുണ്ട്, എന്നാലും ധാരണയിൽ ഇങ്ങനെ അവർക്ക് എന്തോ ഒരു ധാരണ വരുന്നുണ്ട് ഏത് തരത്തിലാണ് കണ്ടതെന്നുള്ളത്. അപ്പൊ എല്ലാരും കണ്ടിട്ട് ഫിൽറ്റർ ഒന്നല്ല, ഇത് വരങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഉള്ളത് ഭംഗി വെച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ പോട്ടെ. അങ്ങനെ നമ്മൾ കുറെ ഭംഗിന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളൊക്കെ ഒരു
അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു 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 മനസ്സിലാവും നമുക്ക് ചിലപ്പോൾ അതിനൊരു ഫിൽറ്റർ ഇട്ടുന്നതിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ അതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ റൂമിൽ ലൈറ്റ് സെറ്റ് അല്ല അപ്പോൾ ഒക്കെ ആകുമ്പോൾ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ കാണാൻ ഒരു ആഗ്രഹം ഒരു കളർഫുൾ എനിക്ക് എപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ തന്നെ ഈ അവാർഡ് സിനിമ ഒന്നും ഞാൻ കാണാറില്ല. ചിലപ്പോൾ അതൊക്കെ അവാർഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമില്ല. ഈ ഇർട്ട് പിടിച്ച സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. കളർഫുള്ളായിട്ട് സിനിമകളാണ് ഞാൻ കാണാൻ പോയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയല്ലേ ഒരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംസാരം കിട്ടല്ലോ. ഒരു ഇർട്ടത്ത് റൂമിൽ പോയിട്ട് 2 കണ്ണു മാത്രം കാണുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ വീഡിയോ ചെറിയ തോതിലൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ജീവിതത്തിന്റെ ഫിൽറ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതെ. പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് നിങ്ങളോട് തീർത്തും പറയാം, ഞങ്ങൾ യൂട്യൂബിൽ എന്താണോ കാണിക്കുന്നത് അതാണ് ഞങ്ങൾ റിയൽ. അത് നിങ്ങളോട് ഞങ്ങൾക്ക് 100% ഉറപ്പിൽ പറയാം കേട്ടോ. പക്ഷേ പല ലൈഫിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യൂട്യൂബിൽ കാണുന്നതല്ല ലൈഫ് പലരും കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം അടുത്തൊരു ഫംഗ്ഷൻ വന്നിട്ടില്ലേ അതല്ലേ. പക്ഷെ ഞങ്ങൾ ഒന്നും പറയാം, ഞങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ആ കെട്ടിപ്പിടിച്ചിന്ന് പറയാറില്ലേ, അടിയൊക്കെ ഉണ്ടാക്കും, നല്ല അടി ഉണ്ടാക്കും. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് അടി ഉണ്ടാക്കിയെന്ന വ്യക്തിയാണ്. പിന്നെ കുറച്ച് പിന്നെ ഗൾഫിലുള്ളപ്പോൾ എപ്പോഴെങ്കിലും തല്ലുണ്ടാവും. പിന്നെ ഒരു 10 ദിവസം ഫോം വിളിക്കില്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. 10 ദിവസമൊക്കെ ഫോം വിളിക്കാണെന്നുണ്ട്. ഒരു മാസം എനിക്ക് എഴുത്തേതാറിന് ഇതിൻ്റെ മനുഷ്യൻ ഗൾഫിൽ എഴുതും, ആരും അറിയരുത് നമ്മുടെ പിണക്കെ. കാരണം കേൾക്കണം, ഒരിക്കൽ എൻ്റെ മുടിയുടെ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയപ്പം എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടിയപ്പോൾ ഞാൻ എഴുത്തിലൂടെ പറഞ്ഞു ഞാൻ മുടിയുടെ തുമ്പ് വെട്ടിയെന്ന് പറഞ്ഞു. അന്ന് ഫോൺ അയച്ചൊരു ദിവസം പാപ്പൻ്റെ ഇടയ്ക്ക് വിളിക്കുക, അന്ന് ഫോൺ വീട്ടിലില്ല. അപ്പോൾ എഴുതിയപ്പോൾ അന്ന് വീട്ടിൽ ഫോൺ ഉണ്ട്, എന്നാലും വെള്ളിയാഴ്ച വിളിക്കണം. അന്ന് അപ്പം ഫോൺ വെള്ളിയാഴ്ച വിളിച്ചോളൂ, അന്ന് വെള്ളിയാഴ്ച വിളിക്കണം, വീട്ടിൽ ഫോൺ ഉണ്ട്. എന്താ വിശേഷം അമ്മോട് സംസാരിച്ചു, എന്നോട് സംസാരിച്ചു. അപ്പോൾ മുടി വെട്ടി എന്ന് പറഞ്ഞു. അപ്പം എന്നോട് എഴുത്തിൽ എഴുതി, നീ എന്നോട് ആരോട് ചോദിച്ചാലും നീ മുടി വെട്ടി, നീ എന്നോട് ചോദിച്ചാൽ മുടി വെട്ടാൻ ചോദിച്ചു. കല്യാണം അപ്പോഴാണ് എനിക്കറിയണമെങ്കിൽ എൻ്റെ മുടി വെട്ടണമെങ്കിൽ പോലും ഈ മനുഷ്യൻ്റെ സമ്മതിക്ക് വേണം. മുടി പോലും മുറിച്ച് ആളുകളെ സമ്മതിക്കില്ല എനിക്ക് അന്നാണ് മനസ്സിലായത്. പിന്നെ ഒരു മാസം എന്നോട് എന്താ പറയുക, നമ്മുടെ തല്ലൂട്ടം മെനക്കും ഒരാളറിയത് നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ. എഴുത്തെഴുതും, ആഴ്ചയിലേക്ക് എന്നും 4 എഴുത്തുണ്ടാവും. ഈ 4 എഴുത്തിൽ ഒരു എഴുത്തിലേക്ക് 4 പേജ് ഉണ്ടാവും, നല്ല വെയിറ്റ് ആയിരിക്കും. എന്നിട്ട് ഒരു 4 നമ്മൾ എഴുത്ത് അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ എഴുത്തില്ല. എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള തിക്കുന്നതിന് അത് എഴുത്തുമ്പോൾ ബാക്കിൽ പോയി നിന്നിങ്ങനെ വായിക്കും. അങ്ങനെ ഒരു പേപ്പർ വായിക്കും, അതിൻ്റെ അപ്പുറം ഉണ്ടാവും. പിന്നെ സൈഡിലും ഒരു തരി സ്ഥലം വെച്ചില്ല. അപ്പുറം ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണി എല്ലാവരും ഉണ്ണി നിറച്ചും മകളുണ്ടാവും. ഒരു എഴുത്തിന്റെ ഒരു വശം പോലും മിസ് ചെയ്യില്ല, നിറച്ച എല്ലാവരും ഉണ്ടാവും, ഉമ്മയുണ്ടാവും, ബാക്കിയോടത്തൊക്കെ വരും. അപ്പൊ അമ്മ അതുകൂടെ പോകുമ്പോ നോക്കും, ഇതുകൂടെ അപ്പൊ നിറച്ചൊരു കൈ നിറച്ച് 4 പേജ് അപ്പുറം നിറച്ച് തിങ്ങി വെക്കണേ. അത് അപ്പൊ എൻ്റെ അമ്മ അവനവിടെ ആധാരത്തെ അന്നൊക്കെ എന്നെ അർത്ഥം മനസ്സിലായില്ല. അപ്പോഴാണ് ആധാരം എൻ്റെ അമ്മയോട് അതെ അവനിപ്പോൾ അവിടെ ആധാരത്ത് അവൻ അത് എഴുത്ത് പോലെ അവൻ ഗൾഫിൽ പോയി എനിക്ക് ഇതുവരെ അയച്ചിട്ടില്ല. ഇപ്പം അവനവിടെ ആഴ്ച 4-5 എഴുത്ത് എന്തായാലും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ പേണെങ്കിൽ എപ്പോഴും 4-5 എഴുത്ത് എനിക്കുണ്ട്. പക്ഷെ എന്താണെന്ന് പറയുക, മുടി വെട്ടി ശിക്ഷ എന്ന് എഴുതും, എന്നിട്ട് വലിയ വട്ടം പോയിട്ടേക്ക് എല്ലാ പേജിലും. ഇങ്ങനെ ഒരു സൈക്കോനാണ് അല്ല എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ടേ. നിങ്ങളവിടെ തേങ്ങ വെട്ടിയിരുന്നു എന്നോട് ചോദിച്ചിട്ടാണോ? ആണോന്ന് ഈ മീശ വെട്ടിയെടുത്തില്ല എന്നോട് ചോദിച്ചിട്ടാണോ? പിന്നെ എന്തിനാ എനിക്ക് നിങ്ങളോട് ചോദിക്കണം? ധൈര്യം ഉണ്ടൊക്കെ പറഞ്ഞപ്പോ ഇന്നോട് വെട്ടുവോ? ഇത് വെട്ടി കഴിഞ്ഞാൽ കാശ് ഇന്ത്യല്ല, എനിക്ക് വെട്ടാൻ പോയിട്ട് ഒന്നിനും മുടി തലേല്. ചെറുതൊന്നല്ല, വലിയ വലിയ കുറുമ്പനെ. അതേപോലെ ഫോണ് പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ പിണങ്ങി കഴിഞ്ഞാൽ ഫോണ് അടിച്ചിട്ടിക്കില്ല. 10-15 രൂപ ഞാനാണ് പിണങ്ങി കഴിഞ്ഞാൽ ഫോൺ അടിച്ചുകൊണ്ടിരിക്കും. 1000 രൂപയ്ക്ക് കയറ്റില് ഓണാക്കി മിണ്ടില്ല. 1000 രൂപ തീരപ്പം എന്നോട് അറിയല്ലോ ഈ അയച്ചെന്ന കാശ് തീർന്ന നീ വിളി നിൽക്കുന്നു, വേറെയൊക്കെ ആരും തരുന്നൊന്നുമില്ലല്ലോ. ഈ ഭാഗത്ത് ഇഷ്ടത്തേരൊക്കെ ചെയ്തേത്തി മനുഷ്യൻ കാലമൊത്ത് ശാപ പിടിച്ചിരിക്കും. ദുഷ്ടനല്ലേ ഞാൻ പാവായിരുന്നു. ആരോടാ ചോദിച്ചു? ആരെ പറഞ്ഞ്? ഞാനാക്കിട്ടില്ല എത്ര പാവത്തിന്.
നല്ല മാതിരി തല്ലുണ്ടാക്കട്ടെ. നിങ്ങളുള്ള കാര്യം പറയാം, നല്ല മാതിരി തല്ലുണ്ടാക്കിയ വീഡിയോ ഇടാണ്ട് 2-3 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ കണക്കാക്കിയോളെ നിങ്ങൾ ചെറിയതായിട്ട് തല്ലുണ്ടാക്കിണ്ടാവും. പിന്നെ വയ്യാണ്ട് എപ്പോഴും അങ്ങനെ അതുണ്ടാവും. ഇപ്പൊ അങ്ങനെ വീഡിയോ ഇടാതിരിക്കാനുള്ള തല്ലൂട്ടൊന്നും ഇല്ല. എന്നാലും തല്ലുണ്ടാക്കാ. ഇപ്പൊ നമ്മളെന്നാ പഠിത്തൊരു ദിവസം തല്ലുണ്ടാക്കി അന്ന് ഫുഡ് കഴിക്കാൻ എന്റെ പൊന്നു മക്കൾ. ഒരു ഓൾറെഡി ഹോട്ടലിൽ കയറി ഞാൻ ഒന്നില്ലെങ്കിൽ അന്വേഷണമായിട്ടും അല്ലെങ്കിൽ ഷെബി പോയിട്ട്, എന്നിട്ട് ഞാൻ ഷെബിയോട് എന്നോട് പറയും നല്ലതാണെങ്കിൽ ഇങ്ങനെ അടിക്കുക, പൊട്ടാണെങ്കിൽ ഇങ്ങനെ അടിക്കുക, പകുതി ഇങ്ങനെ അടിക്കാറ്. ഞങ്ങളെല്ലാ ഹോട്ടലിൽ കയറില്ല, ഞങ്ങൾക്ക് പറ്റണം, ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം. അപ്പം അങ്ങനെ. അപ്പോൾ പക്ഷേ നമ്മുടെ അടുത്തുള്ള കുന്നോത്തൊരു ഹോട്ടലിലായിരുന്നു, നമ്മൾ അറിയുന്ന ഒരാൾക്കാരൊക്കെയാണ്. ഹോട്ടലിൽ വലിയ ഹോട്ടലുകാരാണ്, പക്ഷേ നീറ്റ്നെസ് തീരെ നീറ്റില്ല. ഞാൻ ഏത് ഹോട്ടലിൽ കയറിയാലും ഇറങ്ങി പോരും. അപ്പം എന്നോട് വേണടി പാവില്ല. ഞാൻ അതിനായിട്ട് എന്താ എനിക്ക് ഞാൻ ഛർദ്ദിക്കലാണെന്ന് കഴിച്ചേക്ക് പറ്റില്ല. അപ്പോൾ ആ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ അറിയണവരല്ലേ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അറിയണോക്കാരെയും ഇത് ഞാൻ ഇനി ഇവിടുന്ന് ഇറക്കി കഴിഞ്ഞ് ഇവർ പിടങ്ങി ഒന്ന് പിടിച്ചിട്ട് ഇവരെല്ലാം പിടിച്ച് നിർത്തിയിട്ട് തിന്നാൻ കയറിയിട്ട് പിന്നെ അനിയാണ്ട് മഴയുടെ പെണ്ണെങ്കിൽ മോന്ത കനിപ്പിച്ചിരിക്കണ കാര്യം അറിയണില്ല. ഇതാ ആ സ്വഭാവം നല്ലോണം കാര്യം പറയില്ല തന്നെ നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള സ്വഭാവം. അപ്പോൾ വേണോ വേണ്ട ഇത് തിന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന മുന്നേ താഴത്ത് കാറിനാണ് പോയിരുന്നു. അല്ലെങ്കിൽ ഒപ്പയനിച്ച് പോണ ആള് നിന്നോന്നില്ല വണ്ടിയിൽ പിറ്റേ ദിവസമാണ്. അല്ലെങ്കിൽ വലിയ വൃത്തിയാണല്ലോ, എന്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോയിട്ട് ഫുഡ് തിന്ന് ബാക്കിയുള്ള ഛർദ്ദിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരു വാക്കാ പറഞ്ഞു നമുക്ക് ഇവിടെ വേണ്ടട്ടോ നമുക്ക് പോവാ എനിക്ക് പറ്റില്ല പറഞ്ഞാൽ മതി. ചില നേരത്തെ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരാളിനെ തോണ്ടിയതാട്ടോ, ഈ ആളെ തട്ടിച്ച് പൊതുക്കി. തോണ്ടിയോ അയാൾ തൊടാൻ നോക്കിയാ പിന്നെ തൊടാൻ പറ്റിയില്ല. തൊടാൻ നോക്കി എന്നെ കൊടുത്തില്ലേ നല്ലത്. അതല്ലേ വെറുതെ പിന്നെ അതിനായിട്ട് ചോദ്യം പോയി. ഇപ്പൊ ഞാൻ പ്രതികരിക്കൂ, നിങ്ങള് പ്രതികരിക്കണ്ട, ഞാൻ പ്രതികരിക്കും. ഞാൻ പ്രതികരിക്കൂട്ടാ, ഇക്കാര്യൊന്നും മടിയൊന്നുമില്ല. മെസ്സേജ് തന്നെയല്ലേ ആരതറിയില്ല കേട്ടോ മക്കളെ. ഒരു മെസ്സേജ് ദിവസം മെസ്സേജ് ഉണ്ട്. പാദത്തിന്റെ മുകളിൽ നല്ല കൊലുസിട്ടുള്ളൂ, നല്ല ഭംഗിന്റെ തമിഴ്നാട് ഒരു 2-4 മാസമായിട്ട് കൊലുസിട്ട് കൊലുസ് കച്ചവടക്കാരനാ. പാദം കാണാൻ നല്ല ഭംഗിയിട്ട് നല്ല പൊലിസിട്ടുള്ളൂ കേട്ടോ. ആരെന്താ അറിയില്ല കേട്ടാ. ഞാൻ കാട്ടുകൊടുത്ത് നോക്കുന്ന നടക്കുന്നത് വെള്ളിപ്പാസിലായിട്ട് കൊലുസിടാൻ വന്നിട്ടല്ലോ. പിന്നെ വരവ് പിന്നെ തിരിച്ചു പോകില്ല. അവന്റെ ഒരു അവളാണെങ്കിൽ കുഴപ്പമില്ല, അവനാണെങ്കിൽ മക്കളെ വെറുതെ പറയല്ല കേട്ടോ. ആ കൊലച്ചിട്ടുള്ള പൂതി ഇപ്പൊ മാറ്റിച്ചോ വീഡിയോ കാണണ്ടെങ്കിൽ അല്ല. അത് ഭയങ്കര കാര്യം. ഒരു കൊലുസ് നിങ്ങൾക്ക് എന്താ ഒരു കൊലുസ് വേണ്ട, 30,000 വേണ്ട, ഒന്നിന്റെ വേണ്ട, സ്വീകരിച്ചിട്ട് ഒറ്റടിക്ക്. ആരാന്ന് അറിയില്ല കേട്ടോ. ഒരു ഞരമ്പ എന്താന്നറിയില്ല. ഇനി പെണ്ണുങ്ങളാണുങ്ങളാന്ന് അറിയില്ല കേട്ടോ. അപ്പൊ കുറച്ച് അച്ഛനാണ് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടത്ര. അത് ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നോക്കാനായിട്ടാന്നാണ്. അപ്പൊ തന്നെ മരുവിനെ മോളൊക്കെ ഇരുന്നിട്ട് പോകും. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യമൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് മറിച്ച് വെക്കണം. എൻ്റെ ഫോണ് എൻ്റെ ഇൻസ്റ്റ ഞാൻ മറിച്ച് വെക്കാൻ ഇവരെല്ലാവരും എടുത്ത് നോക്കണ കാര്യം തന്നെയാണ്. എനിക്ക് അതിന്റെ പേഴ്സണലായിട്ട് ഒരു കാര്യം ഫോണോ കൊലുസ് നല്ല ഭംഗിയുണ്ട്. എന്നെ ഉറക്കം കളഞ്ഞിട്ട് ആരാണാവോ നിന്റെ കാല് ഭംഗിയുണ്ട് കൊലുസ് ഭംഗി. ഈ ഭംഗി ഞാൻ മാത്രം എനിക്ക് അത്ര ആഗ്രഹം ഉള്ള കാര്യം പറയല്ലോ. ആർക്കും ഈ ഭംഗി ആഗ്രഹിക്കുക അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയല്ലോ. ഈ ഭംഗിയൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. സുന്ദരിയല്ലേ അമ്മി. ഇന്നൊക്കെയുള്ളതായി ഇനി പോവാ മതി. ബൈ മക്കളെ. എവിടെ എന്താ നേരത്തെ സൗണ്ട് കേട്ടല്ലോ.